ഹലോ. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ നോലുമ്പ് തുടങ്ങിയിട്ടുള്ളൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാനിന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാലത്ത് തന്നെ നമ്മളുടെ സ്വാമിമാരൊക്കെ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർ കുളിച്ച് വരുമ്പോൾ നമുക്കിവിടെ നിലവിളക്ക് കത്തിച്ച് വെച്ച് അതുപോലെ കിണ്ടിയിൽ കാല് കഴുകാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലാണ് ഞാൻ. രുദ്രു ഈ സമയത്തൊക്കെ നല്ല ഉറക്കമാണ്, ഇടയ്ക്ക് എണീക്കാറുണ്ട്. ഇന്നിപ്പോൾ ഉറങ്ങുന്നുണ്ട് ആൾ. അപ്പം ഞാൻ വേഗം വിളക്കൊക്കെ തുടച്ച് അതുപോലെ തിരിയും കാര്യങ്ങളൊക്കെ ഇട്ട് ചന്ദനത്തിരൊക്കെ കത്തിച്ച് വെക്കുകയാണ്. അപ്പോൾ അവർ വരുന്ന ഒരു ടൈം ആകുമ്പോഴത്തേനും നമുക്ക് വിളക്ക് വെച്ചിട്ട് ഉമ്മർത്ത് കൊണ്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ കാറ്റടിച്ച് ചിലപ്പം കെടും. ഞാൻ പിന്നെ ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ അടുക്കളയിലുള്ള പരിപാടികൾക്കായി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കെട്ടതൊന്നും ഞാൻ കാണില്ല. അപ്പോൾ സ്വാമിമാർ വരുമ്പോഴായിരിക്കും അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് കാരണം ഞാൻ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും കത്തിക്കുള്ളൂ. എല്ലാം ഇവിടെ റെഡിയാക്കി വെക്കും. അപ്പോൾ ആ ശരണം വിളി കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ വേഗം കത്തിച്ചിട്ട് ഉമ്മർത്ത് കൊണ്ട് വയ്ക്കും. അപ്പോൾ കിണ്ടിയിൽ വെള്ളം ഞാൻ ആദ്യം തന്നെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അത് പിന്നെ അവിടെ അടച്ച് വെച്ചാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നല്ല ഇരുട്ടാണ് കേട്ടോ, നേരം വെളുത്ത് വരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ രുദ്രു ഒന്ന് എണീറ്റു. പിന്നെ ആളത് അതുപോലെ അങ്ങനെ കിടന്ന് തട്ടി കൊടുത്തപ്പോൾ ആളങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടാണ്. ആൾ എണീറ്റാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളെ പിന്നാലെ നടന്ന് പിന്നെ എന്താ വെച്ചാൽ ഓരോന്നും അടുക്കളയിൽ കയ്യിൽ കിട്ടുന്നതൊക്കെ പിടിച്ച് വലിച്ചിടുക, അങ്ങനെയുള്ള പരിപാടിയുള്ളൂ. അല്ലാണ്ട് വാശിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ചില സമയത്ത് തന്നെ അവനെ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുളിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് അവനെ തട്ടി ഉറക്കിയതിന് ശേഷം ഞാൻ നേരെ വന്ന് ചായ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ആയത് കാരണം തന്നെ ഞാൻ പിന്നെ ചായ മുഴുവനായിട്ട് വെക്കുന്നുണ്ട്. മറ്റേത് അവർക്ക് മാത്രമായിട്ട് കുറച്ച് ചായ വാൽപ്പാത്രത്തിലെങ്ങാനും കുറച്ച് വെക്കാറുള്ളൂ, പിന്നെയാണ് ഇതിന് വെക്കുക. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണ്. അപ്പോൾ മിക്കവാറും ഞാൻ നിങ്ങൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ നമ്മൾ ആദ്യം മധുരം ഇട്ടിട്ടാട്ടോ വയ്ക്കുക. വെള്ളത്തിൽ മധുരം ഇട്ട് വയ്ക്കുമ്പോൾ വേഗം തിളയ്ക്കുകയും ചെയ്യും. പിന്നെ ചായയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് അവർ വരാൻ ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ വിളക്ക് വെച്ച് വന്നപ്പോൾ നമ്മൾ രുദ്ര എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രുദ്രുവിൻ്റെ മൂടൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാനെന്താ നമുക്കിന്ന് ചപ്പാത്തിയും സാമ്പാറാട്ടോ ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടി പൊടി എടുക്കുകയാണ്. ആ ടൈമിൽ നമ്മൾ ചായയും തിളച്ചു. അപ്പോൾ അതിലും പൊടി ഇട്ടിട്ട് ഞാൻ അതങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ സ്വാമിമാർ വന്നു. അപ്പോൾ നമ്മൾ കത്തിച്ച് വെച്ച വിളക്കേറ്റ് അവരകത്തേക്ക് കയറി വന്നിട്ട് പിന്നെ നമ്മളെ ഭസ്മത്തിൽ കർപ്പൂരമൊക്കെ ഇട്ടിട്ട് ഇതുപോലെ അങ്ങനെ പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ രുദ്രുവിൻ്റെ ഈ സമയമാകുമ്പോൾ ചില സമയത്ത് ഞാൻ കുളിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിനിധിയും വന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് കുറിയൊക്കെ തൊട്ടു. അവരമ്പലത്തിൽ നിന്ന് കുറി കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്ന് ആ കുറിയും തൊടും ഞങ്ങൾ. അപ്പോൾ അതൊക്കെ തൊട്ട് നമ്മളിതാ ചായ പരിപാടിക്ക് കിടക്കാനുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ മാവ് വേഗം കുഴച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാനിതാ കുറച്ച് ഉലുവവെള്ളം ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് കുടിക്കാറുണ്ട് വെറും വയറ്റിൽ. അപ്പോൾ അതും ഞാൻ കുടിച്ചു. ഇവർക്ക് കട്ടൻ ചായയും കുറച്ച് ബേക്കറിയും കൊടുത്തിട്ടുണ്ട്. കാരണം കുളിച്ച് വന്ന ഒരു വിശപ്പ് തന്നെയല്ലേ, അപ്പോൾ അതിനൊരു സമാധാനത്തിന് വേണ്ടി കൊടുക്കണതാണ് കേട്ടോ. പിന്നെ നമ്മളിതാ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. 7 മണി 7:30 ആകുമ്പോൾ നമ്മളുടെ ചായ പരിപാടിയൊക്കെ സെറ്റാവും കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് ഞാനിതാ ബോളാക്കാൻ വേണ്ടിയിട്ട് ഓരോ പീസാക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വേഗം പരത്തി കൊടുത്തിട്ടുണ്ട്. വിനിത അവിടെ ഇരുന്ന് ചുടുന്നുണ്ട് കേട്ടോ. സുന്ദരി എണീറ്റ് വന്നിട്ടുണ്ട്, അവളൊക്കത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല. രുദ്ര അവിടെ ചൂലായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി കറിയിലേക്ക് വേണ്ട പരിപാടിയിലാണ്. തേങ്ങ ചിരവാണ്. പിന്നെ എന്താ പറയുക, തേങ്ങ വറുത്തരയ്ക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് മസാല മാത്രം വറുത്തരച്ചിട്ട് വെച്ചാൽ മതിയെന്നായിരുന്നു. പിന്നെ വിചാരിച്ച് വേണ്ട, തേങ്ങ കൂടി വറുത്തരച്ചിട്ട് അങ്ങനെ ഉച്ചയ്ക്കും കൂടി അങ്ങനെ മൊത്തത്തിലാണ്ട് കറി വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരത്തിന് വേറെ കറി നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ രാവിലേക്കും ഉച്ചയ്ക്കും കൂടിയിട്ടുള്ള സാമ്പാർ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. പാത്രങ്ങൾ കഴുകാനൊക്കെ അവിടെ അങ്ങനെ അപ്പം കൊണ്ടുപോയിടും. പിന്നെ ചോറടക്കി വെന്തോ നോക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മയും വിനിധിയും അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയും വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡിലിട്ടതാണ്. ഇങ്ങനെ ഇട്ടിട്ട് കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, വീഡിയോ ലെങ്ത്ത് കൂടും, അത് കാരണമാണ്. പിന്നെ നമ്മളുടെ കറി സാമ്പാർ തിളച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വറവിടുകയാണ്. നമ്മളെ കടുകും ഉലുവൊക്കെ പൊട്ടിച്ചിട്ട് വറവിടുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ വന്നിട്ട് ഓരോന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. എന്തെങ്കിലും വെക്കാനോ അരിയാനോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ചെയ്ത് തരുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മോട്ടർ അടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം കഴിഞ്ഞു. അപ്പോൾ ചോറ് വന്നപ്പോൾ ഞാനത് വേഗം ഊറ്റി വയ്ക്കുകയാണേ.
പിന്നെ നമ്മളുടെ രുദ്രുവിനെ ഒന്ന് വേഗം കുളിപ്പിച്ച് സെറ്റാക്കാൻ വിചാരിച്ചു. നോലുമ്പ് കഴിയ കാരണം തന്നെ അവന് നേരത്തെ തന്നെ കുളിപ്പിക്കാറുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ചൂടുവെള്ളം കൊണ്ട് കുളിപ്പിക്കുമ്പോൾ അത്ര തണവറിയില്ല. അപ്പോൾ കുളിച്ച് സുന്ദരനാക്കാറുണ്ട്. പിന്നെ ആൾ വലിയ വാശിയൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതാ കുറച്ച് നേരം എന്തിന് കൂട്ടുവായി ഇടണം. കുറച്ച് നേരം ചിലപ്പോൾ ഒന്ന് കിണിങ്ങിയാലും ആൾ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. അപ്പം ഞാൻ കുറി തൊടിക്കാൻ കൊണ്ടുപോവാണ് കേട്ടോ. തമ്പാട്ടർ അവിടെ കൊണ്ട് പ്രാർത്ഥിച്ച് കുറിയൊക്കെ തൊടും. അപ്പോൾ രുദ്രുവിനെ ഒരു അമ്പലത്തിൽ നിന്ന് കൊടുന്ന് കൂറിയൊക്കെ തൊട്ടെടുത്ത് ചുള്ളനാക്കിയിട്ട് അവിടെ കൊണ്ടേ ഇരുത്തിയതിൻ്റെ ശേഷം ഞാനിതാ അവർക്ക് സ്വാമിമാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഹാളിലാണ് ഇരിക്കാറ്. അപ്പോൾ കുറച്ച് ഇല ഇരിക്കുന്നുണ്ടായിരുന്നു പേപ്പർ വാഴയിൽ. അപ്പോൾ അതിൽ തന്നെയാണ് ഇപ്പോൾ അവർക്ക് കൊടുക്കൽ കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും വന്നിരുന്നുണ്ട്. അമ്മയ്ക്കുള്ള ഇലയുണ്ട്. അമ്മ വരും ചപ്പാത്തിയും സാമ്പാറും കൂടിയിട്ട് കഴിക്കണം. അപ്പോൾ രുദ്രു മടിയിലൊക്കെ കയറിയിരിക്കുന്ന തന്നെ ഉള്ളൂ. പക്ഷെ അങ്ങനെ കഴിക്കൊന്നുമില്ല. ആളെന്തെങ്കിലും 1-2 വാങ്ങി തിന്നിട്ട് വേഗം ഒന്നെങ്കിൽ കിടന്ന് ഉറങ്ങും ഇതുപോലെ നേരത്തെ എണീറ്റ കാരണം. അപ്പോൾ ഞാൻ അവനെ ഉറങ്ങിയ ഗ്യാപ്പിൽ ഞാൻ വേഗം ചായ കുടിക്കും. എന്നിട്ട് അവൻ ഉറങ്ങി എണീക്കുമ്പോൾ അവന് റാഗി കുറുക്കി കൊടുക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. അരച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ അവൻ എണീറ്റാൽ പെട്ടെന്ന് നമുക്ക് കുറുക്കി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വന്നിട്ട് ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കിയത്. അപ്പോൾ ആൾ എണീറ്റിട്ട് ഈ ഒരു സംഭവം ചെവിയിൽ വെച്ച് നല്ല കളിയിലിരുന്നു കേട്ടോ. നല്ല മൂടായിട്ട് എണീറ്റ് വന്നുള്ളത്. അപ്പോൾ പിന്നെ അവനൊക്കെ സെറ്റാക്കിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇവരെ സ്കൂളിൽ പറഞ്ഞതിൻ്റെ ശേഷം അവന് പാപ്പുണ്ടാക്കി കൊടുക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ അത് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി സ്വാമിമാർ ഇവർ ഈ കറുപ്പ് വസ്ത്രം തന്നെ കേട്ടോ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടാറ്. നമുക്ക് യൂണിഫോം വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ വിചാരിച്ചു ഇതന്നെ ഇട്ടോട്ടെ, ഇപ്പോഴല്ലേ ഈ ഒരു കൊല്ലത്തിൽ ഇങ്ങനെ ഒരു സമയത്ത് മാത്രമല്ല ഇടാൻ പറ്റുള്ളൂ. അതും ഇവർ പെൺകുട്ടികളായ കാരണം ഇപ്പോൾ എത്ര വട്ടം പോകുമെന്നൊന്നും അറിയില്ലല്ലോ. ഇപ്പോൾ അവരങ്ങനെ ഇട്ട് പൊക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ അവരൊക്കെ സ്കൂളിൽ പോയതിൻ്റെ ശേഷം ഞാൻ രുദ്രനെ വീണ്ടും വിളിക്കാൻ വന്നപ്പോൾ അവൻ വീണ്ടും ചൂലെടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് പാപ്പ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവന് ഉണ്ണിക്ക് പാപ്പൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ഉച്ചയൊക്കെ ആവുന്ന ടൈമിൽ നമ്മളെ വീട്ടിൽ റോബസ്റ്റ് പഴം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കട്ടപ്പാലും പഞ്ചസാര ഇട്ടിട്ട് ഞാൻ ഷെയ്ക്ക് പോലെ അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 11:30-12 മണി ആ ഒരു ടൈമിൽ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നേരത്തെ കഴിക്കണോണ്ട് എന്താ അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശക്കും. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഏട്ടനും പിള്ളേർക്കൊക്കെ കൊടുത്തതിന് ശേഷം പിള്ളേർക്ക് പറഞ്ഞാൽ നമ്മൾ ചുട്ടനും അവർക്കുള്ളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. രുദ്രുവിനും പിന്നെ പാറുട്ടിയും ദേവട്ടി ഉച്ചയ്ക്ക് വരുള്ളൂ. അപ്പോൾ അവർക്കുള്ളത് ഇങ്ങനെ അടിച്ച് വെച്ചിട്ടില്ല, ഒക്കെ റെഡിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ തുണി ഉണക്കാൻ വേണ്ടി മോള് വന്നിട്ടോ. അപ്പോൾ അവരെ ഉച്ചയ്ക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് വിളിച്ചു കൊണ്ട് നമുക്ക് ഇവിടെ അടുത്ത് സ്കൂള് എടുത്തായത് കാരണം ഉച്ചയ്ക്ക് വന്ന് കുളിച്ചിട്ട് ചിലപ്പോൾ അമ്പലക്കുളത്തിൽ പോയി കുളിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുളിക്കും. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവരെ പറഞ്ഞേക്കുള്ളൂ കേട്ടോ സ്കൂളിലേക്ക്. അപ്പോൾ അത് അവർ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് സാമ്പാറും പപ്പടും ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞതാ ലോണയ്ക്കലൊക്കെ കഴിഞ്ഞാൽ എന്താണ് ഉച്ചയ്ക്ക് കിടന്നാലൊന്നും വലിയ കാര്യമായിട്ട് ഉറക്കമൊന്നും വരില്ല കേട്ടോ. ഈ ഒരു വൈബ് അങ്ങനത്തെ അല്ലേ നോലുമ്പ് സമയം. മറ്റേത് ഈ സമയത്തൊക്കെ ഞാൻ കിടന്നു കഴിഞ്ഞാൽ പിന്നെ 4 മണി ആയാലും തല അങ്ങോട്ട് പൊന്തില്ല, എണീക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഇപ്പം അങ്ങനെ കിടന്നാലും എന്താ അറിയില്ല, പെട്ടെന്ന് എണീക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. കിടന്നിട്ട് കിടുത്തം കിട്ടാത്തൊരു ഫീലിംഗാണ്. അപ്പോൾ ഞാൻ 2:30 ആകുമ്പോൾ തന്നെ എണീറ്റു. കുറച്ച് നേരം അങ്ങനെ കിടന്നു. മോൻ ഉറങ്ങിയപ്പോൾ പിന്നെ ഞാൻ എണീറ്റ് പഴംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ചു. 2 ദിവസമായി നമ്മൾ പഴം കൊടുന്നിട്ട്. അപ്പോൾ ഇപ്പോഴേക്ക് പാകമായിരിക്കുന്നു. കൊടുന്നപ്പോൾ അത്ര പഴുപ്പുണ്ടായിരുന്നില്ല, ഇപ്പം നല്ല പഴുത്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ മൈദ ഇരിക്കുന്നുണ്ട്, അരിപ്പൊടിയും കൂടിയിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ അതിന് മാവൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെന്താ പിന്നെ വൈകുന്നേരം കറിയില്ല. സാമ്പാർ നമ്മൾ രാവിലെ ചപ്പാത്തിക്കും കൂടി എടുത്ത കാരണം ഉച്ചവരയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കണം, ഉപ്പേരി ഒക്കെ ഉണ്ടാക്കണം വൈകുന്നേരത്തിന്. പിന്നെ കുളിച്ചിട്ടേ ഫുഡൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. വെള്ളരിക്കും പരിപ്പും കൂടി കറി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വെള്ളരിക്കൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെന്താ ഉപ്പേരിക്ക് കുത്തി വറവിടാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ നേരെയാക്കി. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ മുകളിലേക്ക് വന്ന് തുണികളുണ്ടല്ലോ അത് എടുത്ത് വെക്കട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ അതാ കുറച്ച് തന്നെ ഉള്ളൂ, എടുത്ത് വെച്ചാൽ എടുത്ത് വെച്ചിട്ട് വേണം ഇനി പഴംപൊരി ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ തുണി മടക്കട്ടെ കേട്ടോ. ഏതാണ്ട് എടുക്കുമ്പോൾ തന്നെ മടക്കിയെടുത്താൽ നമ്മളെ പണി പകുതി കഴിയും. പിള്ളേർ വന്നിട്ടില്ല കേട്ടോ സ്കൂളിലിട്ട്. ഇപ്പം 3-3:15 അവർ 4 മണിയാകുമ്പോഴത്തേന് എത്തും. രുദ്ര പിന്നെ ഉറങ്ങാണ്. അപ്പം ഞാൻ തുണി വേഗം മടക്കട്ടെ. ഇപ്പോൾ വൈകുന്നേരം ചായക്ക് കടി മസ്റ്റാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേന് ചായക്ക് എന്തമ്മ ചോദിച്ചിട്ട് വരിക.
അപ്പോൾ സാധാരണ പിന്നെ നമ്മൾ രാവിലത്തെ ചായക്കടിയൊക്കെയാണല്ലോ കൊടുക്കാറ്. അപ്പോൾ പിന്നെ സാമിക്കുട്ടികളായ കാരണം അതിനെ എടുത്ത് മാറ്റി വെച്ചുള്ള ദിവസം കൊടുക്കും, അല്ലെങ്കിൽ ഞാനത് കൊടുക്കാറില്ല. അധികം ഞാനിങ്ങനെ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാറാണ് കേട്ടോ. അപ്പോൾ പഴം കുറച്ച് ദിവസമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പഴുത്ത് പാകമായപ്പോൾ ഞാനതെടുത്ത് പഴംപൊരി ഉണ്ടാക്കിയിട്ടാണ്. നമ്മളെ പഴംപൊരിയുടെ വീഡിയോ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പഴംപൊരിയൊക്കെ അവിടെ സെറ്റാക്കാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാനും രുദ്രനും കൂടിയിട്ട് വേഗം മേലൊക്കെ കഴുകി ഞങ്ങൾ വിളക്ക് വയ്ക്കാനുണ്ട്. സ്വാമിമാർ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേന് നമ്മൾ കാലത്തെ പോലെ തന്നെ വിളക്കൊക്കെ വെച്ച് എന്താ പറയുക, കിണ്ടിയിൽ വെള്ളമൊക്കെ ആക്കി വെക്കണം കേട്ടോ. കാലത്ത് എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ വൈകുന്നേരം. അപ്പോൾ രുദ്രു ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്നില്ല. അപ്പോൾ ഓരോന്നെടുത്ത് വലിച്ച് നടക്കാനുണ്ട്. അപ്പോൾ അവനെ അവിടെ ഒരു മേശയുടെ മുകളിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആൾ ഓരോന്ന് പിടിച്ച് വലിക്കുന്നുണ്ട്. താഴത്താക്കി കഴിഞ്ഞാൽ മുറ്റത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത് പേടിച്ചിട്ടാണ് ഈ കൂടെ നിർത്തിയേക്കണത്. അപ്പോൾ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് വൈകുന്നേരം വിളക്ക് വയ്ക്കുമ്പോൾ പുറത്ത് നമ്മളുടെ കാരണന്മാരവിടെയും വിളക്ക് തെളിയിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ ദീപമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവർ രണ്ടാളുടെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിളക്കക്കലൊക്കെ കഴിഞ്ഞത് രുദ്രന് ചൂട് കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര അടിയാണ് കേട്ടോ. അപ്പോൾ അവ അവിടെ അടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ സ്വാമിമാർ വന്നു. അപ്പോൾ അവർ കർപ്പൂരം ഇതൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരം ഉപ്പേരിയും അതുപോലെ തന്നെ കറിയും ഒക്കെ രണ്ടാമത് ഉണ്ടാക്കണം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, കാലത്ത് നമ്മൾ ചപ്പാത്തിക്ക് സാമ്പാറായ കാരണം ഉച്ചയ്ക്ക് തന്നെ പോയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം പിന്നെ എന്തായാലും കറി ഉണ്ടാക്കണം എന്നറിയണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉപ്പേരി ഉണ്ടാക്കാറുണ്ട്. ഉപ്പേരിക്ക് മുതിരയുണ്ട് അടുത്തത് നിന്ന്. അപ്പോൾ മുതിരപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുതിര ആദ്യം ഞാൻ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ ചെറുള്ളിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെയും മുളക് പൊടിയും കൂടിയിട്ട് വറവിട്ടിട്ട് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ വറവിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കറി വെള്ളരിക്കും പരിപ്പും തക്കാളിയും കൂടിയിട്ട് പച്ചതേങ്ങ അരച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് സ്വാമിമാർക്ക് ഭക്ഷണം കൊടുത്തു നോക്കി. ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അവർ 8 മണിയാകുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കും കേട്ടോ. 8-8:30 അതിൻ്റെ അപ്പുറം പോവില്ല. 9 മണിയാകുമ്പോഴത്തേനും കെടുക്കും. എല്ലാവരും കെടുക്കും കേട്ടോ. ഇപ്പോൾ നോലുമ്പായ കാരണം നമുക്ക് നേരത്തെ എണീക്കണ്ടേ. അപ്പോൾ അത് കാരണം പണികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചു നോക്കി. പിന്നെ അവിടെ നിന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വെള്ളം എടുക്കുകയാണ് കേട്ടോ. എടുക്കാൻ പോണതിൻ്റെ മുന്നേ കുറച്ച് വെള്ളം കൊണ്ടുപോകും. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.